നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇൻപുട്ട് ഡിവൈസസ്, അതായത് ഇൻപുട്ട് യൂണിറ്റും ഔട്ട്പുട്ട് യൂണിറ്റും ആണ് പഠിച്ചത്. അപ്പൊ അതിനകത്ത് വരുന്ന ഡിവൈസസ് ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്, CPU അഥവാ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇപ്പൊ CPU എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ ഫോം നമുക്ക് എക്സാമിന് എല്ലാം ചോദിക്കാറുള്ളതാണ്. CPUന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുമായിരിക്കും. എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് CPU. ഇറ്റ് കൺട്രോൾ ഓവറാൾ ഫംഗ്ഷനിങ് ഓഫ് ദ കമ്പ്യൂട്ടർ. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ എല്ലാ ഫംഗ്ഷനിങ്ങിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? CPU ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ആരെയാണ്? CPU-നെയാണ്. നമ്മുടെ മൈൻഡ് ഓഫ് ദ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ആരെയാണ്? നമ്മുടെ റാം ഉണ്ടല്ലോ, റാം മെമ്മറിയെ പറ്റി നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതാണ് മൈൻഡ് ഓഫ് ദ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്. എന്നാൽ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ആരെയാണ്? CPU-നെയാണ്. ഇനി ഈ CPU-ൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് ചോദിച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. CPU-ന് മെയിൻ ആയിട്ടുള്ള 3 പാർട്സ് ആണ്. ALU എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, അതുപോലെ തന്നെ ഒരു കൺട്രോൾ യൂണിറ്റും ഉണ്ട്, മെമ്മറി യൂണിറ്റും ഉണ്ട്. ഇനി ഈ CPU അല്ലെങ്കിൽ പ്രോസസ്സിംഗ് സ്പീഡ് ഓഫ് ദ കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് MIPS ആണ്. MIPS എന്ന് പറഞ്ഞാൽ മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് എന്നാണ് MIPS-ന്റെ ഫുൾ ഫോം. ഒരു കമ്പ്യൂട്ടറിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഏതാണ് ചോദിച്ചാൽ അത് MIPS ആണ്, മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. നമ്മൾക്കറിയാം എന്താണ് ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ മെയിൻ ആയിട്ടുള്ള 2 പാർട്സ് ആണ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കമ്പോണൻസ്, അതായത് നമുക്ക് തൊട്ടു നോക്കാൻ പറ്റുന്ന പാർട്സിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അതായത് മദർ ബോർഡ്, കീബോർഡ്, മൗസ്, പ്രിന്റർ, അങ്ങനെയുള്ള ഡിവൈസസുകളെല്ലാം എന്താണ്? ഹാർഡ്വെയർ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തൊട്ടു നോക്കാൻ പറ്റും. ഇനി എന്താണ് മദർ ബോർഡ് എന്ന് പറഞ്ഞാല്? മദർ ബോർഡിനെ നമ്മൾ സിസ്റ്റം ബോർഡ് അല്ലെങ്കിൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്നൊക്കെ അറിയപ്പെടും. ഇറ്റ് ഈസ് എ ബോർഡ് വിച്ച് കണ്ടെയ്ൻ മെനി ഓഫ് ദ ക്രൂഷ്യൽ ഇലക്ട്രോണിക് കമ്പോണൻസ് ഓഫ് ദ സിസ്റ്റം സച്ച് ആസ് CPU, വീഡിയോ കാർഡ്, നെറ്റ്വർക്ക് കാർഡ് എക്സെട്ര. അപ്പോ നമ്മുടെ സിസ്റ്റം ബോർഡ് ഉണ്ടല്ലോ, സിസ്റ്റം യൂണിറ്റ് ഉണ്ടല്ലോ, നമ്മുടെ CPU. നിങ്ങളൊക്കെ പറയാം, നമുക്ക് കമ്പ്യൂട്ടറിന്റെ മെയിൻ ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടർ കാണുമ്പോൾ എന്ത് ചെയ്യും? ഒരു മോണിറ്റർ ഉണ്ടായിരിക്കും, കീബോർഡ് ഉണ്ടാകും, മൗസ് ഉണ്ടാകും, അതുപോലെ തന്നെ ഇപ്പുറത്തൊരു വലിയ ബോക്സ്, ഒരു പെട്ടി ഉണ്ടാകും. അപ്പോൾ ആ ഒരു പെട്ടി, അതാണ് സിസ്റ്റം യൂണിറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന ഒരു പാർട്ടാണ് നമ്മുടെ CPU എന്ന് പറയുന്നത്. അപ്പൊ CPU എവിടെയാണ് കാണപ്പെടുന്നത്? മദർ ബോർഡിനകത്താണ്. മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ബോർഡാണ്. അതിനകത്ത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ബോർഡിനെയാണ് എന്ത് പറയുന്നത്? മദർ ബോർഡ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ കാണും? CPU. മദർ ബോർഡിലാണ് എന്ത് കാണപ്പെടുന്നത്? CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ വീഡിയോ കാർഡ്, നെറ്റ്വർക്ക് കാർഡൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ബോർഡുണ്ട്. ആ ബോർഡിനെയാണ് മദർ ബോർഡ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്കൽ കമ്പോണൻസ്, നമുക്ക് തൊട്ടു നോക്കാൻ പറ്റുന്ന പാർട്സ് ആണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. മദർ ബോർഡ്, കീബോർഡ് ഒക്കെയാണ് ഹാർഡ്വെയർ പാർട്സ്, ഹാർഡ്വെയർസ് എന്ന് പറയുന്നത്. മദർ ബോർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബോർഡാണ്. അതായത് നമ്മുടെ CPU, വീഡിയോ കാർഡ്, നെറ്റ്വർക്ക് കാർഡൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ബോർഡിനെയാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു 2 പാർട്സ് ആണ്, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. അപ്പൊ എന്താണ് സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ടു ദ കമ്പ്യൂട്ടർ ടു കൺട്രോൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കമ്പോണൻസ് ആണ്. അപ്പൊ ഈ ഹാർഡ്വെയർസിനെ എല്ലാം കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു കീബോർഡ് വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മൗസ് വർക്ക് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പ്രിന്റർ പഠിച്ചപ്പോൾ പറഞ്ഞു ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും എന്ന് പറയുന്നത്. ഹാർഡ് കോപ്പി എന്താണ്? നമ്മുടെ കയ്യിലുള്ള സാധനം, നമുക്ക് തൊട്ടു നോക്കാൻ പറ്റുന്ന ആ പേപ്പർ ഡോക്യുമെന്റിനാണ് ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? കമ്പ്യൂട്ടറിനകത്തുള്ള നമ്മൾ PDF ആയിട്ടൊക്കെ സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ വേർഡ് ഡോക്യുമെന്റ് ആയിട്ടൊക്കെ സേവ് ചെയ്യുന്ന ഈ കമ്പ്യൂട്ടറിനകത്തുള്ള ഡോക്യുമെന്റ് ആണ് സോഫ്റ്റ് കോപ്പി. അതുപോലെ തന്നെയാണ് ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടു നോക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടറിന്റെ പാർട്സ് ആണ് ഹാർഡ്വെയർ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇത് ഹാർഡ്വെയർ പാർട്സ് ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ പ്രോഗ്രാമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെ പറ്റിയിട്ടൊക്കെ അറിവുള്ള ആൾക്കാരെയാണ് പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത്. പ്രോഗ്രാമേഴ്സ് ആർ ദ പീപ്പിൾ ഹൂ ഡെവലപ്പ് സോഫ്റ്റ്വെയർ. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, എന്താണ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരെ പറയുന്ന പേരെന്താണെന്ന്. എന്താണ്? പ്രോഗ്രാമേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ലാംഗ്വേജസ് യൂസ്ഡ് ടു ഡെവലപ്പ് സോഫ്റ്റ്വെയർ ഈസ്, നമ്മൾ സോഫ്റ്റ്വെയർസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ലാംഗ്വേജസിനെ പറയുന്ന പേരാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്നാണ് പറയുന്നത്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന് എക്സാമ്പിൾ ആണ് C++, ജാവ, സി, അതുപോലെ തന്നെ VB.NET, പൈത്തൺ, PHP. ഇതെല്ലാം എന്താണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഈ ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി മെയിൻ ആയിട്ടും 2 ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പം സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൽ ഓൾറെഡി ഉള്ള സോഫ്റ്റ്വെയർസിനെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ചില സ്പെസിഫിക് ആപ്ലിക്കേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സിസ്റ്റം സോഫ്റ്റ്വെയർ, ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു റൺ ഹാർഡ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിനെയും അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ്വെയർ കമ്പോണൻസിനെയൊക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കീബോർഡിൽ ഏതെങ്കിലും ഒരു ലെറ്റർ എൻ്റർ ചെയ്താൽ അത് നമ്മുടെ മോണിറ്ററിൽ ഡിസ്പ്ലേ ആകണം. അപ്പോൾ കീബോർഡിൽ എന്താ ഇൻപുട്ട് കൊടുക്കണം, ആ ഡേറ്റ അങ്ങോട്ട്. നമ്മൾ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്ററിൽ നിന്നും പ്രിന്റ് വരണം. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റം ഓൺ ആക്കുമ്പോൾ എന്ത് ചെയ്യുക, മോണിറ്ററിൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വരണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ഒക്കെ. ഇപ്പൊ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്താണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫയലിനെ കോപ്പി ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം യൂസ്ഡ് ടു പെർഫോം സോർട്ടിംഗ്, ഡിലീറ്റിംഗ്, കോപ്പിംഗ് ഫയൽസ്, ഫയൽ കംപ്രഷൻ എക്സെട്ര. എന്താ, ഫയൽസിന്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഫയൽ കംപ്രഷൻ ചെയ്യും, അല്ലെങ്കിൽ കോപ്പി ഫയൽസ്, ഒരു ഫയലിനെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കോപ്പി ചെയ്യും, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യും, സോർട്ട് ചെയ്ത് അറേഞ്ച് ചെയ്തൊക്കെ വെക്കും. ഇതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ തന്നെയാണ്. നമ്മളിപ്പോ പ്രോഗ്രാം ഒരു സിസ്റ്റം ഓൺ ആക്കുമ്പോൾ ഇതിനകത്തുള്ള പ്രോഗ്രാംസ് കുറെ ലോഡായി ഒക്കെ വരണം. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് കാണിക്കും. അങ്ങനെ സെറ്റ് ഓഫ് അങ്ങനെയുള്ള പ്രോഗ്രാംസ് ആണ് ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. ഇനി നോക്കിയേ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇറ്റ് കൺട്രോൾ ഓവറോൾ ഓപ്പറേഷൻ ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇറ്റ് ഈസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ഹാർഡ്വെയർ. എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഡാഷ് ആക്ട് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദി യൂസർ ആൻഡ് ഹാർഡ്വെയർ. യൂസറിന്റെയും ഹാർഡ്വെയറിന്റെയും അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ കമ്പോണൻസിന്റെയും ഇടയിൽ ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് എക്സാമ്പിൾ ആണ് ലിനക്സ്, യുണിക്സ്, വിൻഡോസ്, മാക് OS, ഉബുണ്ടു, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. വിൻഡോസ് തന്നെ പല വേർഷൻസ് ഉണ്ട്. വിൻഡോസ് 95 ഉണ്ട്, വിൻഡോസ് 2000 ഉണ്ട്, വിൻഡോസ് 2013 ഉണ്ട്, 2077 ഉണ്ട്. അങ്ങനെ പല വേർഷനിലുള്ള വിൻഡോസ് തന്നെ ഉണ്ട്. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് ലിനക്സ്, യുണിക്സ്, ഉബുണ്ടു, മാക് OS, വിൻഡോസ്, ഡോസ് ഒക്കെ. വിൻഡോസ് ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. ഇപ്പൊ വിൻഡോസ് ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് ആണ് വിൻഡോസ് ഡെവലപ്പ് ചെയ്തത്. ഇനി മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ ബിൽ ഗേറ്റ്സ് ആൻഡ് പോൾ അലൻ ആണ് മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടേഴ്സ്. അതുപോലെ തന്നെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത ആരാന്ന് ചോദിച്ചാൽ ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ലിനസ് ടോൾവാർഡ്സ് ആണ്. ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ലിനസ് ടോൾവാർഡ്സ് ആണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. ഈ ലിനക്സ് എന്ന് പറയുന്നത് ഒരു ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതെന്ന് പറയുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, യുണിക്സ് OS വാസ് ഡെവലപ്ഡ് ബൈ
IBM. യുണിക്സ് ഡെവലപ്പ് ചെയ്ത ആരാണ്? IBM. അപ്പൊ നമ്മൾ പറഞ്ഞു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിന്റെ എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. It acts as an interface between the user and hardware. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലിനക്സ് ഉണ്ട്, യുണിക്സ് ഉണ്ട്, വിൻഡോസ്, മാക് OS, ഉബുണ്ടു, ഡോസ് എന്ന് പറഞ്ഞാൽ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ വിൻഡോസ് ഡെവലപ്പ് ചെയ്ത ആരാണ്? മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകരാണ് പോൾ അലനും ബിൽ ഗേറ്റ്സുമാണ്. ഇനി ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത ആരെന്ന് വെച്ചാൽ ലിനസ് ടോൾവാർഡ്സ് ആണ്. ഇനി ലിനക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ യുണിക്സ് ഡെവലപ്പ് ചെയ്ത ആരാണ്? IBM ആണ്. അതുപോലെ തന്നെ ഇന്ത്യസ് ഓൺ PC ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇന്ത്യ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് ഇന്ത്യയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പേഴ്സണൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ ബോസ് ആണ്. ഫാരറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ് ആണ്. ഇത് എവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെന്നൈയിലെ സീഡാക്കിലാണ് ഡെവലപ്പ് ചെയ്തത്. ഇതും ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ഇന്ത്യയുടെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതെന്ന് ചോദിച്ചാൽ ബോസ് ആണ്. ബോസ് എന്ന് പറഞ്ഞാൽ ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ് ആണ്. ചെന്നൈയിലുള്ള സീഡാക്കിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇതും ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഇനി ഈ നമ്മുടെ ബോസ് അതായത് ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ എത്ര ലാംഗ്വേജസിനെ സപ്പോർട്ട് ചെയ്യുന്നു ചോദിച്ചാൽ 18 ലാംഗ്വേജസിനെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് വാസ് ഡെവലപ്ഡ് ബൈ, ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഗൂഗിൾ ആണ് ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്തത്. ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ആൻഡ്രോയിഡ് 13 ആണ് ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വേർഷൻ. ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്തത് ഗൂഗിൾ ആണ്. ഇന്ത്യയുടെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ബോസ് ആണ്. യുണിക്സ് ഡെവലപ്പ് ചെയ്തത് IBM ആണ്. ലിനസ് ടോൾവാർഡ്സ് ആണ്. അതുപോലെ തന്നെ വിൻഡോസ് ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ്. ഇനി അടുത്തത് മാക് OS ഡെവലപ്പ് ചെയ്ത ആരാണ്? ആപ്പിൾ ആണ് മാക് OS ഡെവലപ്പ് ചെയ്തത്. എന്താണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് അലോ യൂസേഴ്സ് ടു സ്റ്റഡി, മോഡിഫൈ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ സോഫ്റ്റ്വെയർ. അതായത് ഫ്രീ സോഫ്റ്റ്വെയർ, ലിനക്സ് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പറഞ്ഞു. എന്താ? യൂസറിന് ഈ സോഫ്റ്റ്വെയർ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും, അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയർസിനെയാണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ടേം ഫ്രീ സോഫ്റ്റ്വെയർ, ഈ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന വേർഡ് ആദ്യമായിട്ട് കൊണ്ടുവന്ന ആരാന്ന് ചോദിച്ചാൽ റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദ ടേം ഫ്രീ സോഫ്റ്റ്വെയർ വാസ് കോയിൻഡ് ബൈ ആരാണ്? റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ്. 1985 ഫൗണ്ടർ ഓഫ് ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെന്റ് എന്നറിയപ്പെടുന്നതും ആരാണ്? ഈ റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ്. ഇനി നോക്കി, ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസറിന് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, സ്റ്റഡി ചെയ്യാം, മോഡിഫൈ ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പക്ഷെ ഷെയർവെയർ എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റഡ് പീരീഡ്, ഇപ്പൊ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു 6 മാസത്തേക്ക് 3 മാസത്തേക്ക് 1 മാസത്തേക്ക് ഇങ്ങനെ ഒരു പീരീഡിലേക്ക് യൂസറിന് ആ ഒരു സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യും. ട്രയൽ ബേസിസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് ഷെയർവെയർസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഷെയർവെയർ എന്ന് പറഞ്ഞാൽ പ്രൊവൈഡഡ് ടു യൂസർ ഫോർ എ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം ഓൺ ട്രയൽ ബേസിസ്. ഒരു ട്രയൽ ആയിട്ട് ഒരു കുറച്ച് സമയത്തേക്ക് അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ് ഷെയർവെയർസ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ പറഞ്ഞ എന്താ? ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് സോഫ്റ്റ്വെയർ ഡിസൈൻഡ് ടു ഹെൽപ്പ് ദ യൂസർ ടു പെർഫോം സ്പെസിഫിക് ടാസ്ക്. യൂസറിന് ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതിന് എക്സാമ്പിൾ ആണ് MS ഓഫീസ്, ടാലി, മീഡിയ പ്ലെയർ. ഇപ്പൊ MS ഓഫീസ് അതിൽ നോക്കിയാൽ നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് എടുത്താൽ എന്താ? ഡോക്യുമെന്റ് തയ്യാറാക്കാൻ വേണ്ടി മാത്രമേ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡോക്യുമെന്റ് തയ്യാറാക്കാൻ ആവശ്യമുള്ളവർ മാത്രമേ ഏത് യൂസ് ചെയ്യൂ? വേർഡ് യൂസ് ചെയ്യൂ. ഇനി കാൽക്കുലേഷൻസ് വേണ്ടി ചെയ്യുന്ന ഒരെണ്ണമാണ് ഇത് എക്സൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ്, എല്ലാവർക്കും അറിയുന്നത് നമ്മൾ ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ്. അപ്പൊ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യും. അപ്പം ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്.
സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. അത് 2 ടൈപ്പ് ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയറും ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഉണ്ട്. ഇപ്പൊ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്, സെറ്റ് ഓഫ് പ്രോഗ്രാംസ്, അതായത് ഹാർഡ്വെയർ ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓൾറെഡി ഉള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ യൂട്ടിലിറ്റി പ്രോഗ്രാംസ് സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർസിനെ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതാണ് MS ഓഫീസ്, ടാലി, മീഡിയ പ്ലെയർ, ഫോട്ടോഷോപ്പ് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പൊ നമ്മൾ CPU എന്താന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസ് എത്ര ടൈപ്പ് ഉണ്ട്, ഏതൊക്കെയാണെന്നൊക്കെ ഡിസ്കസ് ചെയ്തു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. താങ്ക്